പന്ത് കൂടുതൽ സമയം കൈവശം വച്ചിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോർച്ചുഗൽ ആരാധകരെ തീർത്തും നിരാശരാക്കിയ ഒരു മത്സരമായിരുന്നു ഇന്നലെ കഴിഞ്ഞുപോയത്. മധ്യനിരയിൽ വീറ്റിനെയും ജോവോ നെവസും കഠിനാധ്വാനം ചെയ്തെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്തിക്കാൻ ടീമിനായില്ല. പ്രധാന പ്ലേമേക്കറായ ബ്രൂണോ ഫെർണാണ്ടസിനും മത്സരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യം. ഈ തന്ത്രമില്ലായ്മ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആയിരുന്നു. റൊണാൾഡോയുടെ പ്രധാന കരുത്തായ ഹെഡിംഗ് കഴിവ് പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ ക്രോസുകളോ നിർണായക പാസുകളോ ടീമിൽ നിന്നും ലഭിച്ചതേയില്ല. ബോക്സിനുള്ളിൽ അദ്ദേഹം കാത്തുനിന്നെങ്കിലും സഹതാരങ്ങൾ അതൊരവസരമാക്കി മാറ്റാൻ ശ്രമിച്ചില്ല എന്നതാണ് സത്യം. മുന്നേറ്റ നിരയിൽ പന്ത് ലഭിക്കാതായതോടെ റൊണാൾഡോയ്ക്ക് പലപ്പോഴും മധ്യനിരയിലേക്ക് ഇറങ്ങി വന്ന് കളി നിർമ്മിക്കേണ്ടി വന്നു. ഇതോടെ അദ്ദേഹം മുന്നേറ്റ നിരയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. ഇതിന് പിന്നാലെ കാണികളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും കടുത്ത കളിയാക്കലുകൾക്കും റൊണാൾഡോ ഇരയായി. എന്നാൽ മറുവശത്ത് കോങ്കോ കളിച്ചത് വ്യക്തമായ പ്ലാനോടെയായിരുന്നു. പ്രതിരോധത്തിൽ ഒതുങ്ങാതെ കിട്ടിയ അവസരങ്ങളൊക്കെ അവർ വേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകളാക്കി മാറ്റി. പോർച്ചുഗലിന്റെ ട്രാൻസിഷൻ ഡിഫൻസിലെ പിഴവുകൾ മുതലെടുത്ത കോങ്കോ കുറഞ്ഞ പാസുകൾ കൊണ്ട് അപകടകരമായ നീക്കങ്ങൾ നടത്തി അർഹിച്ച സമനില ഗോൾ സ്വന്തമാക്കി. ഈ ശൈലിയാണ് തുടരുന്നതെങ്കിൽ പോർച്ചുഗലിന്റെ മുന്നോട്ടുള്ള യാത്ര കഠിനമാകും. കോച്ച് റോബർട്ടോ മാർട്ടിനസ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുകയും റൊണാൾഡോയുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ ടീമിന് ശക്തമായ ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ. എങ്കിലും വരും മത്സരങ്ങളിൽ മികച്ചൊരു തിരിച്ചുവരവ് നടത്താൻ പോർച്ചുഗലിനും റൊണാൾഡോയ്ക്കും ഇനിയും സാധ്യതകളുണ്ട്. നമുക്ക് കാത്തിരിക്കാം. കായിക ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ 2026 പട്ടികയിൽ ഇടം നേടി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന. ഈ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ താരമെന്ന നേട്ടവും 29-കാരിയായ സ്മൃതിക്കാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ സ്മൃതി അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ അഭിമാനമായി തുടരുകയാണ്. ബാസ്കറ്റ്ബോൾ ഇതിഹാസം ലെബ്രോൺ ജെയിംസ്, ഫുട്ബോൾ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ടെന്നീസ് താരം കാർലോസ് അൽക്കാരസ് തുടങ്ങിയ ലോകപ്രശസ്ത കായിക താരങ്ങൾക്കൊപ്പമാണ് സ്മൃതിയുടെ സ്ഥാനം. ഇന്ത്യയുടെ യുവ ക്രിക്കറ്റ് പ്രതിഭ വൈഭവ് സൂര്യവംശിയെ ചുറ്റിപ്പറ്റി വിവാദം ഉയരുന്നു. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിലുള്ള മത്സരത്തിനിടെ നടന്ന സംഭവത്തെ തുടർന്ന് താരത്തിനെതിരെ BCCI അച്ചടക്ക സമിതി അന്തിമ തീരുമാനമെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മത്സരത്തിനിടെ വൈഭവും എതിർ ടീമിലെ ഒരു താരവും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായും വൈഭവ് താരത്തെ പിടിച്ചു തള്ളുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലാവുകയും ചെയ്തിരുന്നു. അമ്പയർമാരുടെയും മറ്റു താരങ്ങളുടെയും സംയോജിത ഇടപെടലിലാണ് സാഹചര്യം നിയന്ത്രണ വിധേയമാക്കിയത്. കളിയുടെ ആത്മാവിന് വിരുദ്ധമായ പെരുമാറ്റവും മോശം ഭാഷാ പ്രയോഗവും സംബന്ധിച്ച് മാച്ച് റഫറി അധികൃതർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സംഭവത്തെ ഗൗരവമായി കാണുന്ന അധികൃതർ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. ചെറിയ പ്രായത്തിൽ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും ശ്രദ്ധേയ പ്രകടനങ്ങളുടെ ആരാധകരുടെ ശ്രദ്ധ നേടിയ താരമാണ് വൈഭവ്. എന്നാൽ മൈതാനത്തെ പെരുമാറ്റവും ഒരു താരത്തിന്റെ കരിയറിൽ നിർണായകമാണെന്ന സന്ദേശമാണ് ഈ സംഭവം മുന്നോട്ട് വയ്ക്കുന്നത്. അച്ചടക്ക ലംഘനം തെളിയിക്കപ്പെടുന്ന പക്ഷം ചില മത്സരങ്ങളിൽ നിന്ന് വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾ വൈഭവ് നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. മൈതാനത്തെ ഇത്തരം മോശം പെരുമാറ്റങ്ങൾ വച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന കർശന നിലപാടിലാണ് BCCI. കൂടാതെ BCCIയുടെ അന്തിമ തീരുമാനം അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.